ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 15ഓളം പ്രിന്റ്സ് വർക്ക് ഒന്ന് ഡ്രോയിങ് ചെയ്തെടുക്കാൻ പോവാണ്. കൈ നനയാതെ മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് പിൻട്രസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത ശേഷം ക്യൂട്ട് എസ്തെറ്റിക് പ്രിന്റ്സ് എന്ന് അടിച്ചു കൊടുത്താൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ്സ് വർക്ക് ഒക്കെ വരുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത ശേഷം കടയിൽ പോയിട്ട് പ്രിന്റ് ഔട്ട് എടുത്താലും മതി. ഇനി അതിന് ബഡ്ജറ്റ് ഓക്കെ അല്ലാത്തവർ ഇതാ ഈ പണി ചെയ്യാം. ഞാനിവിടെ എന്റെ പ്രീവിയസ് നോട്ട്ബുക്സ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വേസ്റ്റ് ആയിട്ടുള്ള കുറെ പേജസ് ഉണ്ടായിരുന്നു. അതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തായാലും നമ്മൾ ഇത് എന്തെങ്കിലും കവറൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ പേജസ് ഒക്കെ എടുക്കുന്നത് എന്ന് വെച്ചാലും വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രിഡ് ലൈൻ പ്രിന്റ്സ് ആണ്. കറു ഷേപ്പിലാണ് നമ്മൾ ഗ്രിഡ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ള 2 പെയിന്റ് വെച്ചിട്ട് ഇതുപോലെ പെയിന്റ് എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ പേപ്പർ 2 ചെയ്യാൻ പോകുന്നത് ഈ റെഡ് പെയിന്റ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ലീഫുള്ള പെയിന്റിംഗ് ബ്രഷും നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ ലീഫുള്ള പെയിന്റിംഗ് ബ്രഷ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞ് ഹാർട്ട്സ് കിട്ടാനും വേണ്ടിയിട്ടാണ്. വലിയ പെയിന്റിംഗ് ബ്രഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഹാർട്ട് കിട്ടും. ആൻഡ് അടുത്ത പേപ്പറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബഡ്സ് വെച്ചിട്ടാണ്. ആ റെഡ് പെയിന്റ് വെച്ചിട്ടാണ് ഇതിനും ചെയ്യുന്നത്. ഒരുമിച്ച് 2 ഡോട്ട്സ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അഫ്കോഴ്സ് ഗൈസ്, ഞാനിവിടെ ഒരു ചെറിയാണ് ഉദ്ദേശിച്ചത്. അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വൈറ്റിഷ് ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനും വേണ്ടിയിട്ട്. പേപ്പർ മൊത്തം ഇതുപോലെ റെഡ് ഡോട്ട്സ് ഇങ്ങനെ കാണാനും നല്ല രസമാണ്. നമ്മുടെ ചെറി ഫില്ലാവണമെങ്കിൽ ഇതിന് സ്റ്റെമ്മും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലീഫുള്ള പെയിന്റിംഗ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഇതളുകളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അഫ്കോഴ്സ് ഗൈസ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത പേപ്പറിൽ ചെയ്യാൻ പോകുന്നത് ഹാർട്ട് വെച്ചിട്ട് അതിന്റെ പാറ്റേൺസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു ഹാർട്ട് വരച്ചിട്ട് അതിന്റെ മേലെ വേറൊരു ഹാർട്ട് വരയ്ക്കുക. അങ്ങനെ ഇങ്ങനെ വരച്ച് പോവുക. വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഇവിടെ ഞാൻ കളർ തീമാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഡാർക്ക് കളർ, പിന്നെ അതിന്റെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഡാർക്ക് കളർ, പിന്നെ അതിന്റെ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ ഇങ്ങനെ പാറ്റേണിൽ പോവാം. അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, പിന്നെ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുക, പിന്നെ അതിന്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ പോവുക. സത്യം പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ആ ബൾബ് തലയിൽ ഉദിച്ചത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഴിച്ചുപണിക്കൊന്നും നിൽക്കുന്നില്ല. അടുത്ത പേപ്പറിൽ നമ്മൾ ഗ്രിഡ് ലൈൻ പാറ്റേൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഹെഡ് ലൈൻ മാർക്കേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണത്താലാണ്. അതുള്ളവർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതിയാകും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ഈ പാറ്റേൺ ഡാർക്ക് ഷെയ്ഡിനേക്കാളും പേസ്റ്റൽ കളർ ആണ് ഒന്നുകൂടെ മാച്ച് ആവല്. ആൻഡ് ഓഫ് കോഴ്സ് കളർ നിങ്ങളുടെ ചോയ്സ് ആണ്. അടുത്ത പേപ്പറിൽ ഈ ആർട്ട് സെറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ലാവണ്ടർ ഷെയ്ഡ് പെയിന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനേക്കാൾ ഒന്നുകൂടെ ഡാർക്ക് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ഇതുപോലെ പൂക്കി ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് പറ്റിയിട്ടുള്ള കളർ ഇത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം ഞാനൊരു പ്ലസ് മാർക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് തിളങ്ങട്ടെ. അങ്ങനെ 6ാമത്തെ പേപ്പറും ഫില്ലായി. ഇനി 7ാമത്തെ പേപ്പറിൽ പണിയാം. ഇതിൽ നമ്മൾ ചെയ്യുന്ന പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഡലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിന്റ് ആണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്ലാക്കിങ് വെച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ മുഴുവനായിട്ടും അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാതെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേപ്പർ ഡിസൈൻ ഈസ് മൈ ഫേവറേറ്റ് ഡിസൈൻ. അതായത് ചെറുതും വലുതായിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു ബ്രഷ് എടുത്ത ശേഷം ഇഷ്ടപ്പെട്ട കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ആക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ പെയിന്റ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുമ്പോൾ നല്ല അടിപൊളി ഒരു ഡിസൈൻ സെറ്റ് ആയി കിട്ടും. സംഭവം എങ്ങനെയുണ്ട്, സെറ്റ് അല്ലേ? ഇനി ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുമ്പോൾ ടേബിൾ വെച്ചിട്ട് ചെയ്യാതിരിക്കുക, കാരണം എന്റെ ടേബിളിൽ തന്നെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതായത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുള്ള പേപ്പറിലെ. അതൊന്ന് എടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതായത് ഒറ്റ വർക്കിൽ നമുക്ക് 2 ഡിസൈനാണ് കിട്ടിയത്. ഇവിടെ സ്പ്രെഡ് ചെയ്യുന്ന കളർ നമ്മുടെ ചോയ്സ് ആണ്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തട്ടിയില്ല ഒരു ചട്ടി, അതിലുള്ള ലീഫിന്റെ അതേ ഷേപ്പില് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോട്ട്സ് ആയിട്ടുള്ള സ്പേസ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട്. അതാണ് അതിന്റെ ഒരു ഭംഗി. അതായത് ഈ ലീഫ് കണ്ടാൽ അറിയും ഇങ്ങനത്തെ ഹോൾസുകൾ ഉള്ള ലീഫാണ് ഇത്. അതുപോലെ നമ്മൾ ഇതിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ ബ്ലാക്കിങ് വെച്ചിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രിന്റ് വർക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഇതാണ് ഞാൻ കുറച്ചുകൂടി ടൈം കൂടുതൽ എടുത്ത് ചെയ്തിട്ടുള്ള പ്രിന്റ് വർക്ക്. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്ക് കുറഞ്ഞു പോകുന്ന രീതിയിൽ പെയിന്റ് ചെയ്യുക എന്നായിരുന്നു. പിന്നെ തോന്നി ഇതിന് സ്യൂട്ട് ആവല് പേസ്റ്റൽ ഷെയ്ഡ് ആയിരിക്കും എന്നുള്ളത്. ഇതൊരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് വർക്കാണ്. നമുക്ക് എപ്പോഴും ഇഷ്ടം കാണാൻ എസ്തെറ്റിക് ആയിട്ടുള്ള പ്രിന്റഡ് വർക്കാണ്. സോ ഇത് അതിൽ പെടുമോ എന്ന് എനിക്കറിയില്ല. എസ്തെറ്റിക് ആയിട്ടൊന്നും തോന്നിയില്ല. അതായത് നല്ല ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനും വേണ്ടിയിട്ട്, പക്ഷെ എസ്തെറ്റിക്കും അല്ല, ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് തരുന്നത്. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷ് കൊണ്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കലാപരിപാടികളൊക്കെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത ശേഷം മാത്രം തുടരുക. ഈ ഒരു ബ്ലാക്കിങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്, പക്ഷെ എനിക്ക് തോന്നുന്നു സിംഗിൾ ലെയർ തന്നെയാണ് ഇത് കാണാൻ ഒന്നുകൂടെ ഭംഗി എന്നുള്ളത്. ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം
ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കർവ് വരുത്താൻ ശ്രമിക്കുക. ഇത് തന്നെ ഞാൻ നല്ല കർവിലും കൊടുത്തിട്ടുണ്ട്, കർവ് കുറഞ്ഞ രീതിയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഏതായിരിക്കും ഒന്നുകൂടെ ഭംഗി എന്നുള്ളത്. അടുത്ത പേപ്പറിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നോർമലായി കാഷ്വലായി എല്ലാവരും ചെയ്യുന്ന ഡിസൈനാണ്. ഈ ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കളർ പേപ്പേഴ്സ് എടുത്തിട്ട് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എസ്തെറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അതൊരു വട്ടം ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ബോക്സ് ആണ് അതിന്റെ അടുത്ത് നമ്മൾ കാണപ്പെടുന്ന ബോക്സ്. ഇഷ്ടപ്പെട്ട കളറിൽ ഇതുപോലത്തെ പ്രിന്റ്സ് കൊടുത്ത ശേഷം അതിന്റെ ഉള്ളിൽ ഈ കാപ്പി കളർ തന്നെയാണ് കൊടുക്കുന്നത് ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ 12 പേപ്പർ കവറപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 13ാമത്തെ പേപ്പർ നമുക്കൊന്ന് കവറപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേലെ ഇതുപോലെ 2 ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കളർഫുൾ തീം വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ റെയിൻബോ തീംസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ കളറിൽ വേണമെങ്കിലും നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 പേസ്റ്റൽ കളർ എടുത്തിട്ടാണ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കവർ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വാട്ടറിൽ മുക്കിയിട്ട് ബ്രഷ് കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം ബാക്കി വർക്ക് തുടരുക. സ്റ്റാർസ് ആണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കുക. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും. ആൻഡ് ഐ തിങ്ക് കുറച്ചുകൂടി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർസ് തന്നെ ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ഇല വെച്ചിട്ടാണ്. ഇഷ്ടമുള്ള 2 പെയിന്റും കൂടി എടുക്കുക. 2 പെയിന്റും ഓരോ ഇലമേലും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേപ്പറിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പേപ്പർ ഫുള്ള് കവറപ്പ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ തുടർന്ന് പോവുക. വേണമെങ്കിൽ ഇത് ഒറ്റ കളറിലും ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളറിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ 2 ഷെയ്ഡിലും ചെയ്യാം. ഇനി നേരത്തെ പെയിന്റ് ചെയ്ത് മാറ്റി വെച്ചില്ല ഒരു കവർ, അതെടുത്തിട്ട് പോര്. അത് വെച്ചിട്ടാണ് അടുത്ത പേപ്പർ ചെയ്തെടുക്കാൻ പോകുന്നത്. കവറിന്റെ ഈ താഴത്തെ പോർഷന് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ കിട്ടും. എന്നിട്ട് ഇഷ്ടമുള്ള 2 പെയിന്റ് എടുക്കുക ആൻഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവറിന്റെ ഷേപ്പ് വരുന്നതായിരിക്കും. ഇവിടെയും കളേഴ്സ് ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഇനി വേറൊരു പെയിന്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഒറ്റ കളർ യൂസ് ചെയ്യാതെ വീണ്ടും വേറെ എന്തെങ്കിലും ടൈപ്സ് ഓഫ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ കളർഫുൾ ഫ്ലവേഴ്സ് കിട്ടും. സ്റ്റെമ്മ് വേണമെങ്കിൽ വരക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഫൈനലി ഗൈസ് നമ്മൾ 15th പേപ്പറിൽ ഇതുപോലെ പ്രിന്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അത് മറക്കണ്ട.